ഇവളിങ്ങനെ പറയുന്നതിൽ ഒരു കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം അങ്ങനത്തെ കോലത്തിലാണ് ഈ സംഭവം ഞാൻ സെറ്റ് ആക്കി എടുത്തത്. ഇത് കണ്ടിട്ട് റബ്ബർ പോലത്തെ എന്തോ പച്ചക്കറിയാണെന്നൊന്നും കരുതല്ലേ, ഇത് മാഷ്മെലോ ആണ് കേട്ടോ. ഞാനത് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്ത് നോക്കിയതാണ്. ഞാൻ ഈ സംഭവം പണ്ട് പപ്പ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോഴാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. ഈ അടുത്ത് ഒരു കേക്കിന്റെ ഓർഡർ വന്നപ്പോ അതിന്റെ ആവശ്യത്തിനായി മാഷ്മെലോ വാങ്ങിക്കാൻ ഷോപ്പിലേക്ക് പോയപ്പോഴാണ് കേട്ടോ അതിന്റെ റേറ്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയത്. റേറ്റ് കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട്. കുറഞ്ഞത് മേടിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അതിന്റെ ടേസ്റ്റ് നോക്കിയപ്പോ പിന്നെ എനിക്ക് അത് കേക്കിൽ വെച്ചിട്ട് കൊടുക്കാനേ തോന്നിയില്ല കേട്ടോ. അതിനുശേഷമാണ് മാഷ്മെലോ ചില്ലറക്കാരനല്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത്. പണ്ട് പപ്പ ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോ താഴെ കളഞ്ഞും വെള്ളത്തിൽ കലക്കിയിട്ട് എന്തോരം നശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഏകദേശം 2-3 വട്ടം ഞാൻ ഈ മാഷ്മെലോ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ നോക്കിട്ടോ. അതൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ ഫ്ലോപ്പ് ആയി പോയെ. എനിക്ക് ആകെ കൂടി ധനനഷ്ടവും വീട്ടിൽ നിന്നുള്ള മാനഹാനി മാത്രമാണ് കേട്ടോ അതിന്ന് ബാക്കി കിട്ടിയത്. അങ്ങനെയൊന്നും എന്നെ തളർത്താൻ പറ്റില്ല എന്ന് മനസ്സിൽ കരുതി ഞാൻ വീണ്ടും ട്രൈ ആക്കി. അങ്ങനെ ആ ട്രൈയിൽ ഞാൻ വിജയിച്ചു. ഇതിപ്പോ എന്റെ സക്സസ് ആയിട്ടുള്ള ട്രൈക്ക് ശേഷമുള്ള ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നോക്കി ഈ മാഷ്മെലോ എത്ര ജിഗ്ലി ആൻഡ് സ്പഞ്ചി ആയിട്ടാ കിട്ടിയിട്ടുള്ളതെന്ന്. ഇനി ഇത് ഷോപ്പിൽ നിന്നൊന്നും വലിയ വില കൊടുത്ത് വാങ്ങിക്കണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാവേ. അതും 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. മാഷ്മെലോയുടെ മേക്കിംഗ് വീഡിയോ ഞാൻ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണേ. അങ്ങനെ മാഷ്മെലോ മേക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പൊടിയും തട്ടി ഞങ്ങൾ നേരെ പോയത് ഫാമിലി ഗെറ്റ് ടുഗദറിനാണ്. വർഷത്തിലൊരിക്കൽ ഇങ്ങനൊരു കൂടൽ പതിവാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഫുള്ള് സ്പെഷ്യൽ സാധനങ്ങളാണ്. ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉമ്മച്ചിയുടെ ദം ബിരിയാണിയാണ് കേട്ടോ. അവിടെ ദം ബിരിയാണി സെറ്റ് ആവുമ്പോഴേക്കും ദം ബിരിയാണിയിലേക്കുള്ള ഫ്രൈ ചെയ്ത ചിക്കനും കാഷ്യൂസിന്റെ കാര്യത്തിൽ ഏകദേശം ഇവിടെ തീരുമാനാക്കിയിട്ടുണ്ട്. ഇതിപ്പോ ബിരിയാണി ഉണ്ടാക്കുന്ന വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ ഇത് തന്നെയാവും അവസ്ഥ എന്ന് തോന്നുന്നു. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. എന്നാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.